ഇന്റേൺഷിപ്പ് ഒന്നും ചെയ്തിട്ട. ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമുക്ക് പിന്നെ നാട്ടിലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം നോക്കാൻ വെച്ചു. അങ്ങനെ ഇന്ത്യയിൽ ത്രൂ കിട്ടിയത്. പിന്നെ ഇന്ത്യയിൽ അപ്ലൈ ആക്കി കോളാക്കി. ആദ്യം വേറെ സ്ഥലത്താണ് കിട്ടുക, അജ്മ മെഡിക്കൽ സെന്ററിൽ. അപ്പൊ അവിടെ നിന്ന് ഞാൻ വേറെ ഒരു ഷാർജയിലേക്ക് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഷാർജയില് അങ്ങനെ കിട്ടിയാൽ വേറെ ട്രാൻസ്പോർട്ട് ഉണ്ട്. ഇവിടെ നമ്മൾ അജ്മാലില് ട്രാൻസ്പോർട്ട് ഇല്ല. ഹായ് ഗൈസ്, നിങ്ങളിപ്പോൾ കേട്ടത് യു എയിൽ കഴിഞ്ഞ ദിവസം ജോലിക്ക് കയറിയുള്ള വൺ ഓഫ് ദ ഗാർഡിയൻ നമ്മളായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ആളതിൽ പറയുന്നൊരു കാര്യമുണ്ട്. ജോബ് സെർച്ച് ചെയ്തത് ഇന്ത്യൻ ത്രൂ ആണ്. ഇനീഷ്യൽ ലെവലിൽ ജോബ് കിട്ടിയത് ഫസ്റ്റ് അജ്മാലിലായിരുന്നു. ഇപ്പം മാറിയിരിക്കുന്നത്, വീണ്ടും പെട്ടെന്ന് തന്നെ മാറിയിരിക്കുന്നത് ഷാർജയിലോട്ടേക്കാണ്. ട്രാൻസ്പോർട്ടേഷൻ ഫീസിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റിയിലോട്ടേക്ക് ജോയിൻ ചെയ്തത്. BSc പോളിമർ കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ള ആളാണ്. അല്ലേ, മെഡിക്കൽ കോഡിങ്ങിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതനുസരിച്ച് മൂവ് ഓൺ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ഗാർഡിയനാണ്. അപ്പോൾ നമ്മളെല്ലാ ഗാർഡിയൻസിനോടും അല്ലെങ്കിൽ കുട്ടികളോടൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു 3 month കോഴ്സ് എൻറോൾ ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഗെയിൻ ചെയ്തിട്ട് GCC രാജ്യങ്ങളൊക്കെ എല്ലാം അല്ലേ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തോ ചെയ്യാതെയോ ഇൻറ്റേൺഷിപ്പ് ചെയ്തോ എങ്ങനെയായി കഴിഞ്ഞാലും GCC രാജ്യങ്ങളിലോട്ടേക്ക് മൂവ് ചെയ്ത് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഹണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മളതിലെ എല്ലാ പോസിബിലിറ്റീസും മാക്സിമം ലെവലിൽ നോക്കുക എന്നുള്ളതാണ്. അല്ലേ, ഇതുപോലുള്ള ജോബ് സൈറ്റുകൾ ഒരുപാട് സോഷ്യൽ മീഡിയാസ് പ്ലാറ്റ്ഫോമിലൊക്കെ GCC ബേസ് ചെയ്തുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർ ഔട്ട് ചെയ്യാറുണ്ട്. മീൻസ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലല്ല പറ്റത്. നമുക്ക് എന്താ പറയുക, വെബ്സൈറ്റ് ത്രൂ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ വേക്കൻസികൾ വരുന്നത് അറിയാൻ ഒരുപാട് താമസം ഉണ്ടെങ്കിൽ ഇപ്പോൾ പല ആളുകളും പല ഇൻഫ്ലുവൻസേഴ്സും അതിനെ ബേസ് ചെയ്തുള്ള വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ അതിൽ എന്താ പറയുക, ഓരോ രാജ്യത്തിന് ബേസ് ചെയ്ത് നിന്ന ഓപ്പർച്യൂണിറ്റീസ് ആണെന്നുള്ളത് അറിയുന്ന സമയത്ത് അതങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇയാൾ പറഞ്ഞല്ലേ, ആൾ എൻ്റെ അടുത്തോടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ ഒരു സെക്കൻഡ് എന്താ പറയുക, ഷാർജയിൽ കിട്ടിയ കാര്യം കൂടെ പറഞ്ഞു. അപ്പം എപ്പോഴും നമ്മൾ ആ ഒരു തരത്തിൽ HTS ഫ്രണ്ട്ലി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും മാക്സിമം ലെവലിൽ എന്താ പറയുക സെർച്ച് ചെയ്ത് ഹണ്ട് ചെയ്ത് തന്നെ മൂവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്കൊന്ന് ഷോ ചെയ്യാം. ഇപ്പോൾ ഉള്ള വൺ ഓഫ് ദ വേക്കൻസി ആണ് NMC ഹോസ്പിറ്റലിലുള്ള കരിയേഴ്സ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നിങ്ങളത് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് വേക്കൻസീസ് കണ്ടിട്ടുണ്ടാവും. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് മാത്രം കാണിക്കുകയാണ്. അപ്പം നമ്മൾ ഡയറക്റ്റ് ഗൂഗിളിൽ NMC കരിയേഴ്സ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റ് വിൻഡോയിലേക്ക് പോകും, കരിയർ വിൻഡോയിലേക്ക് പോകും. അവിടെ നമുക്ക് എന്തുണ്ട് ടൈപ്പ് ചെയ്യാം, മെഡിക്കൽ കോഡർ. സിറ്റി സ്റ്റേറ്റ് കൺട്രി സെലക്ട് ചെയ്യാണ്ട് ഞാൻ UAE കൊടുത്തു, സെർച്ച് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ വന്നിട്ടുള്ള വേക്കൻസികളാണ് നിങ്ങൾക്ക് സൈഡ് കാണുന്നത്. മെഡിക്കൽ കോഡർ. അപ്പോൾ അത് ഡേറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 10th നവംബർ 10th പോസ്റ്റ് ചെയ്തിരിക്കുന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. IP മെഡിക്കൽ കോഡർ നവംബർ 10th പോസ്റ്റ് ചെയ്തതാണ്. മെഡിക്കൽ കോഡർ 5 നവംബർ. ഒക്ടോബർ 21 പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ഉണ്ട്. ഒക്ടോബർ 24 പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ഉണ്ട്. മെഡിക്കൽ കോഡർ തന്നെ വേക്കൻസി. RCM അഡ്മിനിസ്ട്രേറ്റർ, അത് നമ്മുടെ മെഡിക്കൽ കോഡിങ് കണക്ട് ചെയ്തുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് അറിയാമല്ലോ, RCM എന്ന് പറയുന്ന റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്താ പറയുക, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്രൂവൽ ഓഫീസർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്രൂവൽ ടീം ലീഡ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നിലവിൽ ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. NMCൻ്റെ മാത്രം ഞാൻ എടുത്തിരിക്കുകയാണ്. അല്ലേ, അവരാണ് ഇപ്പോൾ ഔട്ട് ചെയ്ത ഒരു ടീമിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിലൊക്കെ നിങ്ങൾ ഡീറ്റെയിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനും അപ്ലൈ ചെയ്യാനുള്ളതും കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ കഴിയും. അല്ലേ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളിങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് കേട്ടോ. അല്ലൈനിലുണ്ട്, ദുബായിലുണ്ട്, ചിലത് ദുബായാണ്, ഷാർജയിലുണ്ട്, അബുദാബിയിലുണ്ട്. ഇതെല്ലാം NMC ആണ്, വലിയ ഹോസ്പിറ്റൽ ഗ്രൂപ്പാണ്. അവരുടെ വേറെ തന്നെ ലൊക്കേഷനിലേക്കാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ഇത് ഹണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓപ്പർച്യൂണിറ്റി. ആൾ പറഞ്ഞില്ല, ആൾ ഇന്ത്യയിൽ ത്രൂ അപ്ലൈ ചെയ്തപ്പോൾ ആൾ ഇനീഷ്യൽ ലെവൽ കോൾ വന്ന് എന്താ പറയുക, അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ജോയിനിങ് പ്രോസസ്സിലൂടേക്ക് പോയി. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള, ഞാനിത് വൺ ഓഫ് ദ എക്സാമ്പിൾ മാത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കതിൽ ഓരോ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും എന്താണ് അതിൽ എന്താ പറയുക ഓരോ ക്രൈറ്റീരിയാസ് എന്താണ്, അല്ലേ, എന്ത് സർട്ടിഫിക്കേഷനാണ് വേണ്ടത്, എന്താണ് ക്വാളിഫിക്കേഷൻ, എല്ലാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമ്മൾ അതിനെപ്പറ്റി ഇത് ഞാൻ ഒന്ന് മാത്രം എടുത്ത് എക്സാമ്പിളായിട്ട് ഷോ ചെയ്യാണ്. അപ്പം ഓപ്പർച്യൂണിറ്റീസ് പല ഭാഗത്തായിട്ടുണ്ട്.
അപ്പോൾ അത് നമ്മളില്ല, ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ RCM അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അപ്രൂവൽ ഓഫീസർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറേ അല്ലാത്ത അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഓപ്പർച്യൂണിറ്റീസും നമ്മൾ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന കോഴ്സിലൂടെ ഒരു ഇനീഷ്യൽ കരിയർ ആരംഭിക്കാൻ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ അത് നമ്മൾ ഹണ്ട് ചെയ്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇനീഷ്യൽ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്ന രീതിയിലേക്ക് നമ്മൾ കാണണം. അത് മാത്രമേ അല്ലേ എത്രയും ഒരു കഴിഞ്ഞ ദിവസം ഒരു 3-4 ഡേയ്സ് നോക്കുന്ന സമയത്ത് അല്ലേ ഒരു 3 ഉണ്ടായിരുന്നു ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ പുതുതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ 10-ാം തീയതി വന്നൊക്കെ റീസെൻ്റ്ലി ആഡ് ആയതാണ്. അപ്പം അതിൻ്റെ ഡെഡ് ലൈൻ എല്ലാം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അല്ലേ ചില ആളുകൾ അറിയുന്നുണ്ടാവാം, ചില ആളുകൾക്ക് എന്താ പറയുക അതിൽ മിസ്സായി പോകുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എപ്പോഴും നമ്മളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ആ ജോബ് ഓപ്പർച്യൂണിറ്റീസിലോട്ടേക്ക് എന്താ പറയുക ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ സോഴ്സസാണ് ഉപയോഗിക്കാൻ പറ്റില്ല. അയാൾ ഇൻഡീഡിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ജോബ് സൈറ്റുകൾ മാക്സിമം, അതുപോലെ തന്നെ കരിയർ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചാനൽസ് ഉണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ. അപ്പോൾ അവരൊക്കെ വേക്കൻസികളെ പറ്റി കറക്റ്റായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് ചെയ്ത് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ചാനൽസൊക്കെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്തൊക്കെ നമ്മൾ കറക്റ്റാവുന്ന ലിസ്റ്റ് ചെയ്ത് അനുസരിച്ച് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. നല്ല റേറ്റിയസ് ഫ്രണ്ട്ലി CV സെറ്റ് ചെയ്തിട്ട് തന്നെ അതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അല്ല ചില ആൾ പറയാറുണ്ട് ചില വേക്കൻസിക്ക് അനുസരിച്ച് തന്നെ CV റീസെറ്റ് ചെയ്തിട്ട് തന്നെ അയച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഓരോ ഇതിനനുസരിച്ച് തന്നെയാണ്. നമ്മളെ സ്പെഷ്യലൈസ്ഡ് ഏരിയ ഏതാണോ, ഓപ്പർച്യൂണിറ്റി ഏതാണ്. 3 മന്ത് കോഴ്സിൽ മെഡിക്കൽ കോഡിങ് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു. അപ്പം ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തുന്ന പോർഷൻസ് ഒക്കെ കൂടുതൽ ഹൈലൈഷൻ കൊടുക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ എന്ത് ചെയ്യാം, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് റേറ്റിയസ് ഫ്രണ്ട്ലി CV പെർഫെക്റ്റായിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. അപ്പോൾ ഞാനിതൊരു വൺ ഓഫ് ഇത് മാത്രം എക്സാമ്പിളായിട്ട് കാണിച്ചതാണ്. അപ്പം ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് പല സൈഡിലായിട്ടും GCC UAE മാത്രമല്ല ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ഇൻഷുറൻസ് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾ പോലും അല്ലേ നമ്മൾ പറയാറില്ല ഗ്രോത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിൽ പോലും ഫ്രഷർ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മളെ മാക്സിമം നമ്മൾ തന്നെ ഗ്രാബ് ചെയ്ത് എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇനീഷ്യൽ ഒരു കരിയർ ആരംഭിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഹണ്ട് ചെയ്യുക. പിന്നെ നമ്മൾ വൺസ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഈസിലി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പം നിങ്ങൾക്കതിൽ ഞാൻ ഡയറക്റ്റ് നിങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത് NMCയുടെ ഒഫീഷ്യൽ കരിയർ സൈറ്റാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. NMC കരിയറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു വിൻഡോയിലേക്കാണ് പോവുക. ഇവിടെ മെഡിക്കൽ കോഡെന്ന് അടിക്കുക, സ്റ്റേറ്റ് COE അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇത്രയും ലിസ്റ്റ് കാണാം. അവിടെ കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വേറെയും എന്താ പറയുക സ്പെഷ്യാലിറ്റികൾ അല്ലെങ്കിൽ വേറെയും ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെയും ഇങ്ങനെ നമ്മൾ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് എത്ര ആളുകൾ ഇതിനെ പറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ചില ആളുകൾ അറിയുന്നുണ്ടാവും. പക്ഷേ എന്നാൽ കൂടെ എന്താ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് നമ്മളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓപ്പർച്യൂണിറ്റീസിലെ ഞാൻ നേരത്തെ ആൾ ഒരു വോയിസിൽ ആൾ പറഞ്ഞില്ലേ, ഇന്ത്യയുടെ അടുത്ത് അപ്ലൈ ചെയ്തു ആൾ പോളിമർ കെമിസ്ട്രിയാണ് കഴിഞ്ഞത്, മെഡിക്കൽ കോഡിങ് കഴിഞ്ഞു, എക്സ്പീരിയൻസ് ആക്കി പുറത്തേക്ക് പോയി. ഇനീഷ്യൽ കിട്ടിയിരുന്നത് എന്താ പറയുക അജ്മാനിൽ ഫസ്റ്റ് കിട്ടി. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആൾ എന്ത് ചെയ്തു, ഷാർജയിലോട്ടേക്ക് മാറുകയാണ് ചെയ്തത് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക്. എന്താ പറയുക ട്രാവലിങ്ങിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ആളത് ചൂസ് ചെയ്തു. അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജോലി കിട്ടിയ ആളും എന്താ പറയുക ആൾക്ക് ജോലി കിട്ടിയുള്ള DM ദുബായിലാണ്. ആളും എന്താ പറയുക BCom കഴിഞ്ഞ ആളാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്നൊരു ഇൻസിഡൻ്റാണ്. അപ്പം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഹണ്ട് ചെയ്യുന്നത് ആ തരത്തിലേക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു പരിധി കൂട്ടുക. അതുപോലെ തന്നെ ലൊക്കേഷൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ലൊക്കേഷൻ ഇനീഷ്യൽ എസ്പെഷ്യലി UAE അല്ല എന്ന സ്ഥലത്ത് എന്നാൽ ഷാർജയിൽ തന്നെ വേണം, അല്ലെങ്കിൽ UAE എന്താ പറയുക അബുദാബി തന്നെ വേണം, അല്ലെങ്കിൽ എന്താ പറയുക അജ്മാനിൽ തന്നെ വേണം എന്നുള്ള ഒരു പ്രിഫറൻസിന് ആയിട്ട് അപ്പറായിട്ട് നമ്മൾ ഇനീഷ്യൽ ലെവൽ എന്ത് ചെയ്യുക, വൺസ് എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് എസ്പെഷ്യലി GCCയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റാർട്ടിങ് കരിയർ ഇടുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ഓൺ ചെയ്യാം. നല്ല രീതിയിൽ തന്നെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനനുസരിച്ച് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ ഓപ്പർച്യൂണിറ്റി എല്ലാ സൈഡിലും എന്ത് ചെയ്യുക, ഇതിന് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോലെ നമുക്കറിയാലോ എത്ര ക്ലിനിക്കുകളുണ്ട്, എത്ര പോളി ക്ലിനിക്കുകളുണ്ട്, എത്ര ഹോസ്പിറ്റൽസ് ഉണ്ട്, ഇൻഷുറൻസ് സെക്ടേഴ്സുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ അത് നമ്മുടെ മെഡിക്കൽ കോഡിങ് കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന മൾട്ടി എന്താ പറയുക സ്പെഷ്യാലിറ്റി ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അല്ല RCM മാനേജറായിട്ടും അതുപോലെ തന്നെ RCM സ്പെഷ്യലിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള റോളുകളൊക്കെ നമുക്കിതിലെന്താണ് ഫീസിബിളാണ്, ഇതിൽ ഓക്കെയാണ് കരിയർ ആരംഭിക്കാൻ.
ഇൻഷുറൻസ് ബേസ് ചെയ്ത് ഇൻഷുറൻസ് കോർഡിനേറ്റേഴ്സ്, ഇൻഷുറൻസ് മാനേജേഴ്സ്, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സെക്ടേഴ്സും നമുക്ക് അവിടെ എന്താണ് വൈഡ്ലി ഓപ്പൺ ആണ്. അപ്പോൾ അത് നമ്മളൊരു ജോബ് ഹണ്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, അല്ല പെർഫെക്റ്റ് മെഡിക്കൽ കോഡിങ് അല്ലെങ്കിൽ ചിലത് മെഡിക്കൽ കോഡർ വേക്കൻസി മാത്രമായിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RCM എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജർ പല രീതിയിലേക്കുള്ള ഡൈവേഷനായിട്ടുള്ള ഇതിൽ വന്നിട്ടുണ്ടാവും. അതിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെയിം ക്രൈറ്റീരിയാസ് ഒക്കെ ആയിരിക്കും അതിൽ മീറ്റ് ചെയ്യുന്നുണ്ടാകും ഓൾമോസ്റ്റ്. അപ്പോൾ ഇനീഷ്യൽ എന്ത് ചെയ്യാം, അത് വെച്ച് കാര്യം ആരംഭിക്കാം, അത് വെച്ച് അങ്ങനെ ബേസ് ചെയ്ത് മൂവ് ചെയ്യാം. അപ്പം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കുക. ജോബ് ഹണ്ട് ചെയ്യുന്നത് പ്രോസസ്സ് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്താ പറയുക, പറഞ്ഞ പോലെയുള്ള സൈറ്റുകളും എന്താണ് ഒരു ജോബ് ഹണ്ടിങ്ങിൽ നോർമൽ ഇതിൽ എസ്പെഷ്യലി GCC രാജ്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് ATC ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രഷ് CV അതിനനുസരിച്ച് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് ഇല്ല, ഞാൻ പറഞ്ഞത് വൺ ഓഫ് ദ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പല സൈഡിലായിട്ടും നമ്മൾ കാണുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.